ഈ പ്രഭാതത്തിലെ വചന ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ നാം നടക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ച് അല്പമായി നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മകനോ മകളോ ആയി ജീവിക്കുന്നത് അത് ദൈവത്താലുള്ള ഒരു വിളിയും ദൈവത്താലുള്ള തെരഞ്ഞെടുപ്പും അനുഗ്രഹവുമാണ്. നമ്മളെ ആ വിളിക്ക് യോഗ്യരാക്കി തീർത്തതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അത് നമ്മൾ ഈ ഭൂമിയിലെ പേരുകൊണ്ടോ സ്ഥാനമാനങ്ങൾ കൊണ്ടോ നേടിയെടുക്കുന്നതല്ല. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനാൽ മാത്രമാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുന്നത്. ഈ ലോകത്തിന്റെ വഴികൾ നമ്മളെ ഇരുട്ടിലേക്കും പരാജയത്തിലേക്കും കൊണ്ടുപോകും. പക്ഷേ പരിശുദ്ധാത്മാവ് നടത്തുമ്പോൾ അത് സ്വർഗീയ വഴികളിൽ നമ്മളെ നടത്തുവാനും അത് നമ്മളെ നിത്യജീവനിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരും. അതിനാൽ ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ നമുക്ക് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എൻ്റെ വഴികളെ ഒരിക്കൽ കൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യഥാർത്ഥ ദൈവമകനായി ദൈവമകളായി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതം നിന്റെ ആത്മാവിൻ്റെ നടത്തിപ്പിനായി സമർപ്പിക്കുന്നു. എന്നെ കൈപിടിച്ച് നടത്തുകയും യഥാർത്ഥ മകനായി യഥാർത്ഥ മകളായി ജീവിപ്പാൻ എന്നെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇതവരുടെ മേൽ വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവർ നടക്കുന്ന എല്ലാ വഴികളിലും ദൈവത്തിന്റെ സൂക്ഷിപ്പും കാവലും ഉണ്ടാകണം. യേശുവിന്റെ രക്തം കൊണ്ട് ഓരോ മക്കളെയും മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ.